സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ദൈവത്തിൻ്റെ വചനമാണ് എല്ലാം പരിപാലിക്കുന്നത്, സംരക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. ദൈവം തൻ്റെ വചനത്താൽ എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നു. നമ്മുടെ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഇന്നലെ ചിന്തിച്ചതായിരുന്നു ആഗോള സഭയിൽ. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിവസത്തെ വിശുദ്ധ കുർബാനയുള്ള ആഗോള സഭയിലുള്ള വായന, നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ ദൈവവചനം പാലിക്കുമ്പോൾ എന്തെല്ലാം നന്മകളാണ്. ദൈവം വചനം പാലിക്കാൻ നമ്മോട് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ നന്മ നമ്മളിലേക്ക്, ദൈവവചനം പാലിക്കുന്നവരിലേക്ക് കടന്നു വരുന്നു എന്നാണ് ഇന്ന് തിരുവചനം. ദൈവമക്കളായി നമ്മൾ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കാൻ, മറ്റുള്ളവരെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കാനായിട്ട് നമ്മൾ ആവുന്നത്ര ശ്രമിക്കുമ്പോൾ, പ്രത്യേകിച്ചും നമ്മൾ കരുണയും സ്നേഹവും മറ്റുള്ളവരോട് കാണിക്കുമ്പോൾ ദൈവം നമ്മെ മക്കളെ പോലെ കരുതുന്നുവെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചൊരു വചനമുണ്ടല്ലോ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഓർപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ ശപിക്കരുത്, അവരെ അനുഗ്രഹിക്കുവിൻ, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. അപ്പോൾ അവിടെ നമ്മുടെ സഹനമാണതൊക്കെ. പക്ഷേ അല്ലെ, നമ്മളെ ഉപദ്രവിച്ച ഒരാളെ സ്നേഹിക്കാൻ പറയുമ്പോൾ അതൊരു സഹനമാണ്. നമ്മളെ വേദനിപ്പിച്ച ഒരാളുടെ, നമ്മളെ ഉപദ്രവിച്ച ഒരാളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അത് നാം സ്വയം ഇല്ലാതായിത്തീരുന്ന ഒരു അനുഭവമാണ്. നമ്മളെ ശപിക്കുന്നവരെ ശപിക്കാതെ അവരെ തിരിച്ച് അനുഗ്രഹിക്കുവിൻ, അത് അതിലും വലിയ ഹൃദയത്തിൻ്റെ സ്വയം അങ്ങേയറ്റം ഇല്ലാതായ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നും അവരെ അനുഗ്രഹിക്കുമ്പോൾ അവിടെയാണ് യേശു പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി. മത്തായിയുടെ 5-ാമത്തെ അധ്യായത്തിലാണ്. അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരും. നമ്മൾ ഈ ഭൂമിയിൽ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായിത്തീരുമെന്നാണ്. മറ്റുള്ളവരുടെ നന്മ നമ്മൾ ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവ മക്കളായി തീരുക എന്നാണ് ഇന്ന് വചനം നമ്മൾ ഓർപ്പിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ ഒന്നാമത്തെ വായന എസെക്കിയേൽ പ്രവാചന പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. അവിടെ നമുക്കറിയാം, എസെക്കിയേൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ദൈവമായ കർത്താവ് എസെക്കിയേലിനോട് പറയും, നഗരത്തിൽ നടക്കുന്ന എല്ലാ മ്ലേച്ഛതകളും കണ്ടിട്ട് ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. എസെക്കിയേൽ 9:1 തൊട്ടാണ് എൻ്റെ വായന, ആദ്യ വായന. അവിടുന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, നഗരത്തെ ശിക്ഷിക്കുന്നവരെ സംഹാര ആയുധങ്ങളുമേന്തി അടുത്തു വരുവിൻ. ഇതാ 6 പേർ വടക്കോട്ടുള്ള മുകളിലത്തെ കവാടത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. ഓരോരുത്തരുടെയും കയ്യിൽ മാരക ആയുധമുണ്ടായിരുന്നു. ചണവസ്ത്രം ധരിച്ച ഒരുവൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവന്റെ പാർശ്വത്തിൽ എഴുത്തു സാമഗ്രികളുടെ സഞ്ചി തൂക്കിയിട്ടിരുന്നു. അവർ ഓടുകൊണ്ടുള്ള ബലിപീഠത്തിന് സമീപം ചെന്നു നിന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം കെരൂബുകളിൽ നിന്ന് ഉയർന്ന് ആലയത്തിന്റെ വാതിൽപ്പടിക്കലെത്തി. അവിടുന്ന് ചണവസ്ത്രം ധരിച്ച പാർശ്വത്തിൽ എഴുത്തു സാമഗ്രികളുമായി നിന്നവനെ വിളിച്ചു. കർത്താവ് അവനോട് അരുളിച്ചെയ്തു, ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക. ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക. ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ദൈവമേ കരുണയായിരിക്കണമെന്നല്ല. ഈ പ്രഭാതത്തിൽ നമ്മൾ കരുണയുടെ ഈ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ലോകം മുഴുവൻ്റെ മേലും ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും പീഡാസഹനവും ദൈവത്വവും ആത്മാവും ശരീരവും ഒക്കെ പിതാവേ ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുകയാണ്. യേശുവിൻ്റെ സഹനത്തിൻ്റെ യോഗ്യതയാൽ മനുഷ്യവർഗം മുഴുവനോടും ലോകം മുഴുവനോടും കരുണയായിരിക്കണമെന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നമുക്കും ഈ ഒരു ആനുകൂല്യം, ഒരു അനുഗ്രഹം, അതായത് നമ്മുടെ നെറ്റിയിൽ ദൈവം അടയാളം വിട്ടുകൊണ്ട് നമ്മളെ
സംരക്ഷിക്കുവാനായിട്ട്, നമ്മളും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെടുവാൻ. അന്ന് നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ വീടിൻ്റെ കട്ടളപ്പടിയിന്മേൽ കുഞ്ഞാടിന് രക്തം കൊണ്ട് മുദ്രയിട്ടുകൊണ്ട് സംഹാരം നടക്കുമ്പോൾ ഈജിപ്തിലെ മറ്റെല്ലാ ഫറവോയുടെ ഉൾപ്പെടെ ഭവനങ്ങളുടെ ആദ്യജാതന്മാർ വധിക്കപ്പെടുമ്പോൾ അന്ന് രക്തം അടയാളമായി കട്ടിലപ്പടിയിൽ ഉണ്ടായിരുന്ന ഭവനങ്ങളൊക്കെയും രക്ഷപ്പെട്ടു. ദൈവദൂതൻ passed over the houses of where there was the marking of the blood. പാസ് ഓവർ, ഇസ്രായേൽ യഹൂദരുടെ പാസ് ഓവർ എന്നാണ്. യഹൂദരുടെ ഭവനത്തിന് മുകളിലൂടെ അവരെ തൊടാതെ അവരെ സംരക്ഷിച്ചുകൊണ്ട് ദൈവം അവരെ പരിപാലിച്ചുകൊണ്ട് കടന്നുപോയി. പാസ് ഓവർ their houses. ഇത് തന്നെയാണ് ഇവിടെയും. അപ്പോൾ നമ്മൾ ഇന്ന് തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹമാണിത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ദേശത്തിന് വേണ്ടി ഇന്നലെ ചിന്തിച്ചാണല്ലോ നമ്മൾ, അല്ലേ? ജെറമിയ 29:7 വചനമുണ്ടല്ലോ, ഞാൻ നിങ്ങളെ അടിമകളായി അയച്ചിരിക്കുന്ന ദേശങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ യത്നിക്കണം. നമ്മൾ ചിന്തിച്ചു, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ദേശത്തായിരിക്കുമ്പോൾ നമ്മൾ നികുതി കൊടുക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ വോട്ട് ചെയ്യുന്നു, അതുപോലെ നമ്മൾ ആ ദേശത്തിന് നന്മയ്ക്കായി ചെയ്യാവുന്ന നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്യുക, ആ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം ഇതാണ് ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ദൈവം അതിന് നമ്മളെ പ്രത്യേകിച്ച് ആ ദേശത്താക്കിയിരിക്കുമ്പോൾ ഒരു ദൈവിക സംരക്ഷണം ദൈവം നമുക്ക് നൽകുന്നു. അതാണെന്ന് ഓർപ്പിക്കുക. ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക, ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ. അവരുടെ നെറ്റിയിൽ അടയാളമിടുക. അവിടുന്ന് മറ്റുള്ളവരോട് ഞാൻ കേൾക്കെ ആജ്ഞാപിച്ചു, അവൻ്റെ പിന്നാലെ അല്ലെങ്കിൽ എഴുത്തു സാമഗ്രികളുമായി പോകുന്ന ദൂതന്റെ പിന്നാലെ പട്ടണത്തിൽ സഞ്ചരിച്ച് സംഹാരം തുടങ്ങുവിൻ. നിങ്ങളുടെ കണ്ണിൽ അലിവുണ്ടാകരുത്, കരുണ കാണിക്കരുത്. വൃദ്ധരെയും യുവാക്കളെയും യുവതികളെയും പൈതങ്ങളെയും സ്ത്രീകളെയും നിശേഷം വധിക്കുവിൻ. എന്നാൽ അടയാളമുള്ളവരെ ആരെയും തുടരുത്. നോക്കണം, വൃദ്ധരെയും യുവാക്കളെയും യുവതികളെയും പൈതങ്ങളെയും സ്ത്രീകളെയും നിശേഷം വധിക്കുവിൻ, എന്നാൽ അടയാളമുള്ളവരെ ആരെയും തുടരുത്. എന്ത് പറയാണ്? എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ ആരംഭിക്കുവിൻ. ജെറുസലേം ദേവാലയത്തിൽ തന്നെ ഈ സംഹാരം തുടങ്ങാനാണ് പറഞ്ഞത്. അവിടെയും അടയാളമുള്ളവരെ മാത്രം സംരക്ഷിക്കുക. ദേവാലയത്തിലാണെന്നോ, ദേവാലയത്തിലെ ജോലി ചെയ്യുന്നവരാണെന്നോ, ദേവാലയത്തിൽ അല്ലെങ്കിൽ പുരോഹിത പ്രമുഖനാണെന്നോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. യഥാർത്ഥമായി ദൈവവചനമനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരെ പരിപാലിക്കുക, സംരക്ഷിക്കുക എന്നാണ്. അതെ, നമ്മളിത് അറിയേണ്ട വലിയൊരു മേഖലയാണ്. ഇന്ന് ജോർജിയ സ്റ്റേറ്റിന് വേണ്ടി ഇന്ന് അഗസ്റ്റയിൽ നിന്ന് പെണ്ണമ്മ രാവിലെ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ നമ്മളെ ഓർപ്പിച്ച വചനം സങ്കീർത്തനം 46 സങ്കീർത്തനം 46. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. ജലം പതഞ്ഞ് ഉയർന്നിരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല. ഇന്ന് നമ്മളെ ഭയപ്പെടുന്നതല്ലേ അല്ലേ? വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും നദി കരകവിഞ്ഞൊഴുകുന്നതും നദിയിൽ വീണ് ആൾക്കാർ മരിക്കുന്നതും ഒക്കെ അല്ലേ? തീർച്ചയായിട്ടും നമ്മളോട് ചില കാര്യങ്ങൾ കർത്താവ് ഓർപ്പിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നുപോയോ? നമ്മളായിരിക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നുപോയോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വചനമാണ്. ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. നോക്കണം, എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങൾക്ക് ചുറ്റും ഒരു നദിയുണ്ട്. ആ നദിയുള്ളത് കൊണ്ടാണ് ആ നഗരം പ്രശസ്തമായി തീർന്നത്. നൈൽ നദിയോ എന്തെല്ലാമാണ്. ഓരോ നഗരത്തിൽ നമ്മൾ നോക്കിയാൽ ഒരു നദിയുണ്ട്. ആ നദി ഒരു അനുഗ്രഹമാണ്. അത് അനേക കാര്യങ്ങൾക്ക് വേണ്ടി
അല്ലെ, ജലം നൽകുന്നു, വ്യവസായങ്ങൾക്ക് വേണ്ടി അതിലൂടെ യാത്ര ചെയ്ത് സഞ്ചരിക്കുന്നു, കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ ആ നദി ഒരു അനുഗ്രഹമായി തീരേണ്ടതാണ്. നമ്മുടെ നാട്ടിലുള്ള ഓരോ നദികളും അനുഗ്രഹമായി തീരാനാണ് ദൈവം. പക്ഷെ അതിൽ നമ്മളുടെ ജീവനെടുക്കുന്ന അപകടമായ ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് പ്രാർത്ഥന കുറഞ്ഞു പോയത് കൊണ്ടാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു മേഖലയാണ് പ്രിയപ്പെട്ടവരെ. അവിടെ ഒരു നദിയുണ്ട്, ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു. നോക്കി, ആ നദിയുണ്ട്, ആ നഗരത്തിൽ ദൈവം വസിക്കുന്നത് കൊണ്ടാണ് ആ നഗരം, ആ നദി ഇപ്പോൾ ശാന്തമായി ഒഴുകുന്നത്. ദൈവം വസിക്കുന്നു, ദൈവം ഉള്ളിടത്താണ് സംരക്ഷണം. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു, അതിന് ഇളക്കം തട്ടുകയില്ല. അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. വരുവിൻ, കർത്താവിന്റെ പ്രവൃത്തികൾ കാണുവിൻ. അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു കാണുവിൻ. അവിടുന്ന് ഭൂമിയുടെ അതിർത്തികളോളം യുദ്ധമില്ലാതാക്കുന്നു. യുദ്ധമില്ലാതാക്കുന്നത് ദൈവമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം വസിക്കുമ്പോഴാണ് യുദ്ധമില്ലാതാകുക. ദൈവമായ കർത്താവ് പറയുകയാണ്, സംഗീതം 46:10, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്, ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. സൈന്യങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. നന്ദി പറയാം. ബുധനാഴ്ച ദിവസം നമ്മളിന്ന് അറ്റ്ലാന്റയിൽ ഉള്ള കൂട്ടായ്മ പ്രാർത്ഥന നയിക്കുന്ന ദിവസമാണ്. അറ്റ്ലാന്റ കൂട്ടായ്മയോർത്തിന് ഒത്തിരി നന്ദി പറയാറുണ്ട്. നമ്മൾ ഈ കൂട്ടായ്മ മുഴുവനും, പ്രത്യേകിച്ചും അല്ലേ, നമ്മുടെ ഇടയിൽ നിന്ന് ഓർത്തു വേണം. ഈ സെപ്റ്റംബർ 23 അടുത്ത മാസം സെപ്റ്റംബർ 21 നമ്മുടെ ആൻസി സക്കറിയ ഈ ലോകത്തിൽ നിന്നും യേശുവിൻ്റെ ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട് അൽഫോൺസ ഇടവക ദേവാലയത്തിൽ ദിവ്യകാരുണ്യ യേശുവുമായി ഒരു ആത്മീയ ബന്ധത്തിൽ കഴിഞ്ഞ ആ മകളാ കുടുംബം. അൻസിയും കറിയാച്ചനും ആ മക്കളും ഒക്കെ ഓർക്കണം. ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് ഉണ്ടായിരിക്കണം. കാരണം ദൈവരാജ്യത്തിന് വേണ്ടി നിന്ന ഒരു കുടുംബമാണ്. ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ദൈവികാരൻ്റെ ഹൃദയത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും നമ്മൾ ദൈവസന്നിധിയിൽ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇന്നലെ ഓർപ്പിച്ചതുപോലെ ന്യൂയോർക്കിൽ രാവിലെ 5 മണിയായി എഴുന്നേറ്റെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലോറിഡയിൽ 5 മണിയാണെങ്കിൽ, നിങ്ങൾ ഷിക്കാഗോയിൽ ഇപ്പോൾ പ്രഭാതത്തിൽ രാവിലെ 4 മണി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റിയ സമയമാണ്. ടെക്സാസിലൊക്കെ ഉറങ്ങാൻ പറ്റിയ സമയം 1 മണിക്കൂർ നിങ്ങൾ മുമ്പ് 1 മണിക്കൂർ നിങ്ങൾ പുറയിലാണ്. എന്നിട്ട് നിങ്ങൾ എഴുന്നേറ്റ്, തീർച്ചയായിട്ടും അത് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു അനുഗ്രഹമുണ്ട് അവിടെ. നമുക്കറിയാം, ദൈവിക സംരക്ഷണം ദൈവഭക്തർക്ക് സങ്കീർത്തനം 34 നമ്മൾ ഇടയ്ക്ക് ചിന്തിച്ച വചനമുണ്ട്, 7-ാമത്തെ വചനം. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തർക്ക് ചുറ്റും, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ശ്രദ്ധിക്കണം, നമുക്കുണ്ടാകുന്ന അപകടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ദൈവം കൊണ്ടുവരുന്നതല്ല, നേരെ മറിച്ച് നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്നതാണ്. ദൈവഭക്തരുള്ളിടത്ത് സങ്കീർത്തനം 46 കേട്ടു, ദൈവം വസിക്കുന്ന നഗരത്തിൽ ആ നദി ശാന്തമായി ഒഴുകുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു സ്ഥാനമാണ് ആ പട്ടണം, ആ നഗരം. ദൈവമില്ലെങ്കിൽ, അവിടെ തിന്മയാണെങ്കിൽ അവിടെ തിന്മയുടെ പ്രവർത്തികളായിരിക്കും വരുന്നത്. സാത്താൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണെന്ന് ഈശോ പറഞ്ഞു. അപ്പം നമ്മൾ ആയിരിക്കുന്ന ദേശത്തിന് വേണ്ടി, ആയിരിക്കുന്ന നഗരത്തിന് വേണ്ടി, ആയിരിക്കുന്ന പട്ടണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവമായ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അല്ലേ? ജോഷുവയോട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇതാ ആയി എന്നു പേരുള്ള പട്ടണം, ആയി പട്ടണം ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു, നീ അതിനെ പോയി കീഴടക്കണം. ദൈവത്തിനു വേണ്ടി അതിനെ നീ കീഴടക്കണം. ഇതാ ജെറിക്കോ പട്ടണം ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു, നീ അതിനെ പോയി കീഴടക്കണം. നമ്മളോട് പറയുകയാണ്, നാം ആയിരിക്കുന്ന സ്റ്റേറ്റ്, നാം ആയിരിക്കുന്ന കൗണ്ടി, നാം ആയിരിക്കുന്ന പട്ടണം ദൈവം ആത്മാവായി നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് അതിൻ്റെ അധികാരം, അതിന്മേലുള്ള അവകാശം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവിടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ദൈവം വസിക്കുന്ന ആലയങ്ങളാണ് നമ്മൾ. ജെറുസലേം ദേവാലയം പോലെ ഇന്ന് നമ്മൾ
ദൈവം പരിശുദ്ധാത്മാവായി നമ്മിൽ വസിക്കുന്ന, ത്രിത്വിക ദൈവം നമ്മിൽ വസിക്കുന്ന ഒരു ദൈവ ആലയമാണ്. നമ്മുടെ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട്. പക്ഷെ ഞാൻ പറയാം, അതിനേക്കാളും ശക്തമാണ് ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഇടവക ദേവാലയത്തിലെ സക്രാരി, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ സക്രാരിയുടെ ഉള്ളിൽ വസിക്കുന്നതിനേക്കാൾ കൂടുതലായി ദൈവത്തിന്റെ കരം കൊണ്ട് സൃഷ്ടിച്ച ദൈവത്തിന്റെ ആലയമാകുന്ന ദൈവമക്കളാകുന്ന നമ്മളുടെ ഓരോ മനുഷ്യന്റെ, ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കർത്താവാണ് അവിടുന്ന് ഇന്ന് ദിവ്യകാരുണ്യമായ ഈശോ. നമ്മൾ അറിയണം, വിശ്വസിക്കണം. സാത്താനത് മറച്ചു വെച്ചിരിക്കുകയാണ്. ദിവ്യകാരൻ ഈശോയെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ വന്ന് നമ്മോടുകൂടെ വസിക്കാനായിട്ടാണ് അവിടുന്ന് ബലിവേദിയിൽ, അല്ലെ ആ സക്രാരിയില് നമുക്കായി കാത്തിരിക്കുന്നത്. നമ്മുടെ ആത്മാവിലാണ് ദൈവം വസിക്കേണ്ടത്, ഓരോ വിശ്വാസിയുടെയും. അവിടെയാണ് ദൈവിക സംരക്ഷണം, അല്ലേ? കാരണം സങ്കീർത്തനം 91 നമ്മൾ തുടങ്ങുന്ന സംരക്ഷണത്തിന് വേണ്ടിയുള്ള സങ്കീർത്തനം സാധാരണ നമ്മളൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുന്നതല്ലേ. സങ്കീർത്തനം 91 അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും, കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. ഓർത്ത് നോക്കണം, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. താഴോട്ട് മുഴുവൻ വായിക്കുമ്പോൾ അവിടെ ദൈവം വസിക്കുന്ന ആലയമായി ദൈവവചനത്തിന് വിധേയപ്പെട്ടുകൊണ്ട്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ ഇനി നിറവേറട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ച പരിശുദ്ധ കന്യകാ മറിയത്തെ പോലെ നമ്മുടെ ജീവിതവും ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നാം സമർപ്പിക്കുമ്പോൾ, ആത്മാവായി ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കുമ്പോഴാണ്, ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കുമ്പോഴാണ് സങ്കീർത്തനം 91 നമുക്ക് സംരക്ഷണ വചനമായി മാറുക. ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കുമ്പോൾ നമ്മൾ അത്യുന്നതന്റെ സംരക്ഷണത്തിലാണ്, സർവശക്തന്റെ തണലിലാണ്. അവിടെയാണ് നമുക്ക് സംരക്ഷണം. ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കുമ്പോഴാണ് ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു. നമ്മളാകുന്ന ഭവനത്തിൽ പൗലോസ് ചോദിക്കുന്നില്ല, 1 കൊരിന്തോസ് 3 അധ്യായത്തിലും 1 കൊരിന്തോസ് 6 അധ്യായത്തിലും, നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾക്ക് അറിവില്ലേ? നമ്മളിങ്ങനെ ഓടി നടക്കുകയാണ്, ലോകത്തിന്റെ അത് ഇതുമൊക്കെ കാണിച്ചുകൊണ്ട്, ചെയ്തുകൊണ്ട്, പ്രവർത്തിച്ചുകൊണ്ട്. ദൈവം വിലയ്ക്ക് വാങ്ങിയ, വീണ്ടും അല്ലേ പൗലോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നിങ്ങളുടെ ഈ ശരീരം ദൈവം വസിക്കുന്ന ആലയമാണ്. ആ ഒരു ചിന്ത, ആ ഒരു ബോധ്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ ഭയന്ന് കാട്ടിൽ പോയി ഒളിച്ചു താമസിക്കണമെന്നല്ല. നമ്മളുടെ ജീവിതം, ഇതിലുള്ളതെല്ലാം ദൈവം തന്നെ സൃഷ്ടിച്ചതാണ്. ഇന്നലെ ചിന്തിച്ചതുപോലെ എല്ലാം ദൈവ വചനത്തിനനുസരിച്ച്, അതെ, നമുക്കെല്ലാം ദൈവം അനുവദിച്ചിട്ടുണ്ട്. 1 കൊരിന്തോസില് 6 അധ്യായം 12 വചനം പറയുന്നുണ്ടല്ലോ, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, പക്ഷെ എല്ലാം എനിക്ക് പ്രയോജനകരമല്ല. നമ്മളായിരിക്കുന്ന ദേശത്ത് പല കാര്യങ്ങളും നിയമം അനുസരിച്ച് ഓക്കെയാണല്ലേ, പല കാര്യങ്ങളും. അതിലേക്ക് ഞാൻ ദീർഘമായിട്ട് പോകുന്നില്ല. ഓരോ ദേശത്തും വ്യത്യസ്തമായല്ലേ. എല്ലാം എനിക്ക് നിയമം കുഴപ്പമില്ല, നിയമം പറയുന്നത് ഓക്കെയാണെന്ന്. പക്ഷെ എല്ലാം പ്രയോജനകരമല്ല. ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ ലോകത്തിന്റെ ഗവൺമെന്റുകളെ, രാജ്യങ്ങളൊക്കെ നിയമം അനുസരിച്ച് ഒക്കെ എന്ന് പറയുന്ന പല കാര്യങ്ങളും ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ എല്ലാം എനിക്ക് പ്രയോജനകരമല്ല.
എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്. എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവവചനത്തിന്റെ അടിമത്ത് അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ അധീനതയിൽ, ദൈവവചനത്തിന്റെ സംരക്ഷണത്തിലായിരിക്കണം. എന്നൊരു ചിന്തിച്ചു. ലോകത്തിൽ പല സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമ്മുടെ സ്റ്റാൻഡേർഡ് ദൈവവചനമാണ്. യേശു ലോകത്തിൽ ജീവിച്ചപ്പോൾ യേശുവിൻ്റെ ജീവിതക്രമം ദൈവവചനമായിരുന്നു. അതെ, അതാണ് നമുക്കും ദൈവം നൽകിയിരിക്കുന്നത്. അത് നമ്മൾ അറിയണം, തള്ളിക്കളയരുത്. നമ്മൾ ദൈവവചനത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാ സംരക്ഷണവും ഉണ്ട്. എല്ലാ സംരക്ഷണവും നമ്മളും നമ്മുടെ മക്കളും കുടുംബങ്ങളും നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കും. എന്നെ സ്നേഹിക്കുന്നവരുടെ 1000 തലമുറ വരെ ഞാൻ അനുഗ്രഹിക്കുമെന്നാണ് വചനം ഓർപ്പിക്കുക. അത് പറയുള്ളവരെ, ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. നമുക്ക് തിരുമുമ്പിലേക്ക് അടിയറ വയ്ക്കാം. അതെ, ഇന്ന് നമ്മൾ കേട്ടതുപോലെ ദൈവവചനം പാലിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ. വി ആർ ദി അംബാസഡേഴ്സ് ഓഫ് ഗാഡ്സ് കിങ്ഡം. അല്ലെ, ലോകരാജ്യമുണ്ട്, ദൈവരാജ്യമുണ്ട്. നമ്മൾ അമേരിക്കയിലായിരിക്കുകയാണെങ്കിൽ, അല്ലെ ഇന്ത്യയിലാണെങ്കിൽ, അല്ലെ കാനഡയിലാണെങ്കിൽ, ഓസ്ട്രേലിയയിലാണെങ്കിൽ, ആദ്യം നമ്മൾ പറയേണ്ടതല്ല ഞാൻ ദൈവരാജ്യത്തിലാണ്, ഞാൻ അമേരിക്കയിലെ ദൈവരാജ്യത്തിന്റെ അംബാസഡറാണ്, ഞാൻ ഇന്ത്യയില്, ഞാൻ കേരളത്തില്, ഞാൻ ആയിരിക്കുന്ന ദേശത്ത് ഞാൻ യേശുവിന്റെ അംബാസഡറാണ്. ദൈവരാജ്യത്തിന്റെ രാജാവായ യേശു ക്രിസ്തുവിന്റെ അംബാസഡറാണ് ഞാൻ. അതെ, ഈ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. തീർച്ചയായിട്ടും നമ്മളായിരിക്കുന്ന രാജ്യങ്ങളെ നമ്മൾ സ്നേഹിക്കണം. നമ്മൾ ചിന്തിച്ചതായിരുന്നല്ലോ, അവയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങേയറ്റം യജ്ഞിക്കണം, അവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ദൈവത്താൽ ആ ദേശത്തേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്, ആ ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. കാരണം ഈ ലോകവും അതിലുള്ള സകലതും ദൈവത്തിൻ്റെതാണ്. സങ്കീർത്തനം 24 നമ്മളോട് എപ്പോഴും ഓർപ്പിക്കുന്ന വചനം. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ സകല നിവാസികളും കർത്താവിൻ്റെതാണ്, ദൈവത്തിൻ്റെതാണ്, മറ്റാരുടേതുമല്ല. ആ ദൈവം നിയോഗിച്ചിരിക്കുന്ന തിരുസഭ എന്ന് പറയുന്ന ദൈവരാജ്യത്തിന്റെ ആ സംരക്ഷണത്തിന് വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്നവരാണ് ആ ഒരു വിശ്വാസി എന്ന നിലയിൽ. ഏത് ദേശത്താണെങ്കിലും നമ്മൾ ആ ദേശത്തിന് വേണ്ടി ഹൃദയം തുറന്ന് ദൈവമേ കരുണയായിരിക്കണം. ഈ ദേശത്തിന് വേണ്ടി എന്താ പ്രാർത്ഥന? ഈശോ മിശിഹായുടെ ഈ ദേശത്തിന് വേണ്ടി കർത്താവ് സഹിച്ച പീഡനങ്ങളും ചിന്തിയ രക്തവും ഏറ്റ അടികളും, ഈ ദേശത്തിന് വേണ്ടി കർത്താവ് മരിച്ച ഉത്ഥാനം ചെയ്തതിന്റെ യോഗ്യത ഈ ദേശവാസികൾക്ക് നൽകണമേ. ഈ ദേശത്തിലെ കല്ലും മണ്ണുമല്ല, ഈ ദേശവാസികൾക്ക് നൽകണമേ. അതെ, അപ്പോഴാണ് നമുക്ക് എസെക്കിയേൽ 9 പറഞ്ഞ സംരക്ഷണം. എന്തെല്ലാം ദുരിതം ഉണ്ടായിക്കൊള്ളട്ടെ, ഹറിക്കെയിനോ, ഭൂമികുലുക്കമോ, വെള്ളപ്പൊക്കമോ, കൊടുങ്കാറ്റോ, മാരക രോഗങ്ങളോ എന്തും ഉണ്ടായിക്കൊള്ളട്ടെ, അതിൽ നിന്നെല്ലാം ഒരു സംരക്ഷണം ദൈവം നൽകുന്നുണ്ട്. ഇന്നത്തെ ആഗോള സഭയിലെ എസെക്കിയേൽ 9 വചനമനുസരിച്ച് നഗരത്തിലൂടെ കടന്നുപോയി അവിടെ നഗരത്തിൽ കരഞ്ഞ് നിലവിളിക്കുന്ന ദൈവസന്നിധിയിലേക്ക്, ആ നഗരത്തിലെ മ്ലേച്ഛതകളെ ഓർത്ത് നിലവിളിക്കുകയും കരയുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നവരുടെ മേൽ അടയാളമിടുക. ദൈവമായ കർത്താവ് അബ്രാഹത്തെ സന്ദർശിക്കുന്നുണ്ട്. ഉൽപ്പത്തി 18 മാമ്രയുടെ ഓക്കുമരത്തോപ്പിൽ വൃദ്ധനായ അബ്രാഹം മക്കളില്ലാത്ത അവസ്ഥയിൽ അപ്പോഴും ആയിരിക്കുമ്പോഴും ദൈവമായ കർത്താവ് അന്ന് സന്ദർശിച്ചപ്പോൾ അവിടെ അവര് ദൈവത്തെ സ്വീകരിച്ചു. അല്ലെ, സാറായും അബ്രാഹാമും കൂടെ നല്ലൊരു വിരുന്നൊക്കെ കൊടുത്തു. അവിടെ 3 പേര് ദൈവ സാന്നിധ്യം അവിടെ പ്രത്യക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ആ ഒരു കാര്യം നമ്മൾ കാണുകയാണ്. എന്താ അവിടെ അപ്പോൾ കർത്താവ് പറയാണ്, ഞാൻ ഇതാ ലോത്തും കുടുംബവും വസിക്കുന്ന സോദോം ഗൊമോറയിലേക്ക് പോവുകയാണ്. അവിടെ നടക്കുന്ന മ്ലേച്ഛതകളെ ഓർത്ത് ദൈവമായ കർത്താവ് നഗരത്തെ, അവിടെ നടക്കുന്ന മ്ലേച്ഛത കഠിനമായാലും ശിക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ആ നഗരത്തിനോട് ചേർന്ന് വസിക്കുന്ന അബ്രാഹം ചെയ്യുന്നതാണ്. അബ്രാഹത്തെയും കൂടെ കൊണ്ടുപോകണം. അബ്രാഹത്തെ ദൈവം കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പറഞ്ഞ അബ്രാഹത്തെ ഈ നഗരം നശിപ്പിക്കാറ്. ഇവിടെ നടക്കുന്ന അത്രമാത്രം കഠിനമാണ് ഇവിടുത്തെ പാപം, മ്ലേച്ഛത. ഇന്ന് ആണും പെണ്ണും കൂടൊക്കെ ലൈംഗിക വൈകൃതങ്ങളൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആ ഒരു അവസ്ഥ ഉൽപ്പത്തി 18 വായിക്കുന്നുണ്ട്. അവിടെ അബ്രാഹം ചോദിക്കുന്നുണ്ട്,
അവിടെ അബ്രഹാം ചോദിക്കുന്നുണ്ട്, അവിടെ 50 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദേശത്തോട് നീ കരുണ കാണിക്കുമോ? അതെ, അബ്രഹാം അവിടുത്തെ അംബാസഡറാണ്, ദൈവത്തിന്റെ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ 50 പേരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദേശത്തിന് വേണ്ടി ആ ഒരു ബോധ്യത്തോടെ കർത്താവ് പറഞ്ഞു, ഒരു 50 പേരുണ്ടെങ്കിൽ ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കുകയില്ല. വീണ്ടും അബ്രഹാത്തിന് അറിയാം അവിടെ 50 പേരില്ല. തൻ്റെ സഹോദരപുത്രനായ ലോത്തും കുടുംബവും മാത്രമേ ഉള്ളൂ. അവരും അത്രമാത്രം ഒന്നും അബ്രഹാമുമായിട്ട് പിണങ്ങിപ്പോയവരാണ്. അതൊന്നും നോക്കുന്നില്ല. ഇപ്പം നമ്മുടെ പിണക്കമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും അവരെ സംരക്ഷിക്കുന്ന പ്രാർത്ഥിക്കാനുള്ള ഒരു കടമ അവിടെ. അപ്പൊ വീണ്ടും 45 അങ്ങനെ എണ്ണി 10 പേര് വരെ താഴ്ന്നു വരെ ചോദിക്കുന്നുണ്ട്. 10 പേരുണ്ടെങ്കിൽ ദൈവം പറഞ്ഞു, ഇല്ല, 10 പേരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ, അവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ഓർത്ത് കരഞ്ഞ് ദൈവവചനം പാലിക്കുന്ന 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ആ നഗരത്തെ ഞാൻ ശിക്ഷിക്കുകയില്ല എന്ന്. ഇതിന് കാരണം അവിടെ 10 പേര് ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ നഗരം ശിക്ഷിക്കപ്പെട്ടു. ഞാൻ ചിന്തിക്കാറുണ്ട്, കാരണം അബ്രാഹത്തിന് വീണ്ടും ചോദിക്കാനുള്ള, അബ്രാഹം നീതിമാനായിരുന്നത് കൊണ്ട് അവിടെ അതിൽ താഴെ പറയാനായിട്ട് അബ്രാഹമിൻ്റെ ലോത്തും ഭാര്യയും മക്കളും ഒക്കെ കറിയുമ്പോഴത്തേക്കും പിന്നെ ആരുമില്ല, വേറെ ആരുമില്ല. അതുകൊണ്ടാണ് അബ്രാഹം നിർത്തി അവിടെ. വീണ്ടും നമുക്കറിയാം അവിടെ 10 പേരില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ നഗരം നശിപ്പിക്കപ്പെട്ടുവെന്ന്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആയിരിക്കുന്ന ദേശത്ത്, രാജ്യത്ത് നശിപ്പിക്കപ്പെടുന്ന ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ പറയും, നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല, നമ്മുടെ ദേശം, നമ്മളുടെ രക്ഷ, അല്ലെ, നമ്മളുടെ രക്ഷ, നമ്മളുടെ സംരക്ഷണം, നമ്മുടെ അനുഗ്രഹം, നമ്മളായിരിക്കുന്ന ദേശത്തിന്റെ അനുഗ്രഹത്തെ അനുസരിച്ചാണ് നമ്മളും. ഞാൻ പറഞ്ഞു ഇന്നലെ, നമ്മുടെ മക്കളും ഒക്കെ ജീവിക്കേണ്ടതാണ് നമ്മൾ ഇന്ന് വസിക്കുന്ന ഈ ദേശം. ഈ ദേശത്ത് നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. അത്യുന്നതന നഗരത്തെ ആ നഗരത്തിലുണ്ട്. സംഗീതം 46 ദൈവമേ, ഞങ്ങൾ വസിക്കുന്ന ഈ ദേശത്ത് ദൈവമേ അങ്ങുണ്ടായിരിക്കണമേ. ഞങ്ങളുടെ കാലശേഷം ഞങ്ങളുടെ മക്കളും ഒക്കെ ജീവിക്കേണ്ട ദേശത്ത് ദൈവമേ അങ്ങ് ഉണ്ടായിരിക്കണമേ. ദേശത്തോട് കരുണയായിരിക്കണമേ. ഇന്ന് സുവിശേഷത്തിൽ മത്തായി 18-15 ഈശോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ തിരുത്താൻ, അവരെ നന്മയിലേക്ക് കൊണ്ടുവരാനായിട്ട്, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ശാന്തമായിരുന്ന ആരും അറിയണ്ട, അവൻ മാത്രം, നിങ്ങൾ തമ്മിൽ അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട. 10 പേരോട് വിളിച്ചു പറയണ്ട. ആദ്യം ചെയ്യേണ്ടതാണ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ 2-3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 1-2 സാക്ഷികളെ കൂടി നിന്നോടൊത്ത് കൊണ്ടുപോവുക. എന്താ, എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം. ആരും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനുള്ളവരെ ഈശോ തന്നെ പറഞ്ഞത്, നിങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ദൈവവചനം അറിയിക്കാനുള്ള ഒരു വലിയ ദൈവവചനം അറിയിക്കാൻ, സുവിശേഷം ഞാൻ പ്രസംഗിക്കുന്ന ഇല്ലെങ്കിൽ എനിക്ക് ദുരിതം. 1 കൊരിന്ത്യർ 9 ഞാൻ കർത്താവിൻ്റെ വചനം മറ്റുള്ളവരോട് പറയുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഇപ്പം പറഞ്ഞ പോലെയാണ്, പ്രാർത്ഥനയുടെയും ദൈവത്തിൻ്റെ അംബാസഡറാണ് നമ്മൾ. ദൈവത്തിൻ്റെ ഹിതം അറിയിക്കണം, പറയണം, ശാന്തമായിട്ട്, സ്നേഹത്തോടെയും. ഞാൻ ദൈവവചനം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്കതിൽ അഹംഭാവത്തിന് വകയില്ല. അതെന്റെ കടമയാണ്. ഞാനിതെന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെ ആണെങ്കിൽ അതുകൊണ്ട് വലിയ മേന്മയൊന്നുമില്ല. പക്ഷെ എൻ്റെ പ്രാണവായു പോലെയാണ്. എൻ്റെ നിത്യ അധ്വാനത്തിന് വേണ്ടി, ഞാൻ എൻ്റെ അന്നത്തെ ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് പോലെ ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി ഓരോ ദിവസവും പ്രവർത്തിക്കേണ്ടതാണ്. ഞാൻ അതിൽ ദൈവവചനം പ്രഘോഷിക്കുന്നത് എനിക്കല്ല, അഹംഭാവത്തിന് വകയില്ല. അത് എൻ്റെ കടമയാണ്. അതെ, നമ്മളായിരിക്കുന്ന ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദൈവവചനത്തെ ഉയർത്തിപ്പിടിക്കാൻ, അവരോട് പറയാൻ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന മക്കളെ. നമ്മുടെ ഈ പ്രഭാഷണം, അല്ലെങ്കിൽ ഈ വചന പ്രഘോഷണം ഏതാണ്ട് അത് തന്നെയാണ്. ഞാൻ പറയും, ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു എസെക്കിയേൽ വിളിച്ചു പറയാനാണ് പറഞ്ഞു. അതാണ്ട് അതുപോലൊക്കെ തന്നെയാണ്. ദൈവമേ കരുണയായിരിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും, ഞാനും എൻ്റെ കുടുംബവും, നമ്മൾ പ്രാർത്ഥിക്കുന്ന അന്ന് കൂട്ടായ്മയായ അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഈ പ്രദേശത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലായിരിക്കുമ്പോൾ ഈ ദേശത്തോട് കരുണയായിരിക്കണം ഈശോ. വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന മരിച്ചുയർത്ത ഈശോയെ, അങ്ങയുടെ കാൽവരിയുടെ യോഗ്യതയാൽ ഭൂമിയോട്, രാജ്യങ്ങളോട്, ദേശങ്ങളോട്, തിരുസഭയോട്, കുടുംബങ്ങളോട്, വ്യക്തികളോട് കരുണയായിരിക്കണമേ
ഈശോ മിശിഹായുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ.